അർവൈൻ ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മളെ ഫുട്ബോൾ കണ്ടന്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോസ് ഫുള്ളാണ് ഇരുന്ന് കണ്ടോളി. നമ്മളെ UCLൻ്റെ പ്രഡിക്ഷനാണ്. നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലാണ് ഇനി നടക്കാൻ പോകുന്നത് അല്ലേ. പ്രീ ക്വാർട്ടറും ഗ്രൂപ്പ് റൗണ്ടൊക്കെ ആയിട്ട് നല്ല നല്ല അടിപൊളി മത്സരങ്ങളൊക്കെ കണ്ടു അല്ലേ. ഇനി ക്വാർട്ടർ ഫൈനലാണ്. വമ്പൻ ടീമുകളാണ് അതിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഡിക്ഷൻ നോക്കാം നമുക്ക് എന്താവും എന്നുള്ളത്. ഐ തിങ്ക് പ്രീ ക്വാർട്ടർ ഏപ്രിൽ, അതായത് ഇപ്പോൾ മാർച്ചാണ്. മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിൽ 8-ാം തീയതി 9-ാം തീയതിയാണ് ഒന്നാം പാദം, 15-ാം തീയതി 16-ാം തീയതിയാണ് രണ്ടാം പാദം വരുന്നത്. നമുക്ക് എങ്ങനെയാണ് മത്സരങ്ങൾ വരുന്നത് നോക്കാം. PSG വേഴ്സസ് ലിവർപൂൾ. ലിവർപൂളും നമുക്കറിയാം ചെൽസിനെ പൊട്ടിച്ചിട്ടാണ് വന്നിട്ടുണ്ട്. ചെൽസിന് 8 ഗോളിട്ട് കൊടുത്തിട്ടുണ്ട്. ലിവർപൂൾ ഗാലറ്റാസറൈയിൽ ഒന്നാം ഭാഗത്തിൽ തോറ്റ് രണ്ടാം ഭാഗത്തിൽ കംബാക്ക് എടുത്ത് ജയിച്ചാണ്. ഐ തിങ്ക് ലിവർപൂൾ തോൽക്കാനാണ് ചാൻസ്. PSG ജയിക്കും. രണ്ട് പാദത്തിലും പാടെ അഗ്രിഗേറ്റ് സ്കോറിൽ 3-1 PSG ജയിക്കും. ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നു കേട്ടോ, 3-1. പിന്നെ വരുന്ന മത്സരമാണ് റിയൽ മാഡ്രിഡ് വേഴ്സസ് ബയൺ മ്യൂണിക്ക്. അതാണ് നമ്മൾ കാത്തിരിക്കുന്ന മത്സരം. റയൽ മാഡ്രിഡ് എങ്ങനെയൊക്കെ ഫോം ഔട്ടാണല്ലോ. ചാമ്പ്യൻസ് ലീഗ് എത്തുമ്പോൾ ടീമാർക്ക് ഒരു ഭയങ്കര ഊർജ്ജമാണ്. ഇപ്പം നമുക്കറിയാം റയൽ മാഡ്രിഡ് സിറ്റിനായിട്ട് കളിക്കുമ്പോൾ ഭയങ്കര ഇഞ്ചുറി ഒക്കെ ആയിട്ട് കുറേ പ്ലേയേഴ്സ് ഇല്ലായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവിടെ ഫെഡെ വാൽവേർഡിൻ്റെ മാസ്റ്റർ ക്ലാസ് കൊണ്ട് അവിടെ ജയിച്ചു. അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ആകുമ്പോൾ എങ്ങനെയെങ്കിലും ജയിക്കുമെന്നുള്ള കാര്യമാണ്. അവിടെ വേറെ ഇൻറ്റൻസിറ്റിയും വേറൊരു കളിയാണ് കളിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ബയൺ മ്യൂണിക്കാണ്. ബയൺ മ്യൂണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോകത്തിൽ നിലവിൽ ഏറ്റവും ഫോമുള്ള കിടിലം ടീമാണ് ബയൺ മ്യൂണിക്ക്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒലീസെ, കെയ്ന്, ഡയാസ് എന്നൊക്കെ പറഞ്ഞാൽ തകർത്താടാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രവചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയൺ മ്യൂണിക്കിനെതിരെ റയൽ മാഡ്രിഡ് തോൽക്കും എന്നുള്ളതാണ്. ബയൺ മ്യൂണിക്കും റയൽ മാഡ്രിഡും അഗ്രിഗേറ്റ് സ്കോറായിട്ട് ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് 4-3 അല്ലെങ്കിൽ 4-3 ബയൺ ജയിക്കും. രണ്ട് പാദത്തിലും പാടെ 4-3 ജയിക്കും എന്നുള്ളതാണ്. നോക്കാം, ജസ്റ്റ് മൈ പ്രഡിക്ഷൻ. പിന്നെ വരുന്ന മത്സരം ബാഴ്സലോണ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഇത് ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഐ തിങ്ക് 3 കളി കഴിഞ്ഞു ഈ സീസണിൽ. ഇനി 3 കളിയുണ്ട്. ലാലിഗൊക്കെ പാടെ കൂട്ടിയാണ് കേട്ടോ. 3 കളി ഇനി വരുന്നുണ്ട്. അപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ഇനി വരാൻ പോണ 3 കളി 10 ദിവസത്തിനുള്ളിലാണ്. വേറെ രസം. ചാമ്പ്യൻസ് ലീഗിൻ്റെ 2 പാദം, ലാലിഗയിൽ 1 പാദം. ഒരു കളിയിൽ ബാഴ്സക്കൊന്ന് അടിപതറി 4-0 തോറ്റു. മറ്റു 2 കളിയിൽ കഴിഞ്ഞ 3 കളിയിൽ ഒരു കളിയിൽ തോറ്റു. കഴിഞ്ഞ ഒരു കളി തോറ്റു. 2 കളിയിൽ 3 ഗോളിന് ജയിച്ച് 3-1 3-0 ആയിട്ട്. ഇനി വരാൻ പോകുന്നില്ല. ഐ തിങ്ക് ബാഴ്സലോണ 4 ഗോൾ വാങ്ങിയ പോലത്തെ ഗോൾ വാങ്ങൂല, ജയിക്കാൻ ചാൻസ് ഉണ്ട്. മൈ പ്രഡിക്ഷൻ 3-1 അല്ലെങ്കിൽ 3-1 ബാഴ്സലോണ ജയിച്ചിരിക്കും. സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കും. ബിസ്ക ബാർസ. പിന്നെ സ്പോർട്ടിങ് ആഴ്സണൽ. അത് നമുക്ക് സ്പോർട്ടിങ് നല്ല ടീമാണ്. പക്ഷെ എന്നിരുന്നാലും അത് ആഴ്സണൽ ജയിക്കാനാണ് ചാൻസ്. അത് ഞാനൊരു 4-0 കാണുന്നത്. 4-0 ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നു. സ്പോർട്ടിങ് തോൽക്കും, ആഴ്സണൽ ജയിക്കും. അപ്പോൾ സെമി ഫൈനൽ ഇങ്ങനെയായിരിക്കും. PSG-യും ബയൺ മ്യൂണിക്കും, ബാഴ്സലോണയും ആഴ്സണലും ആയിരിക്കും സെമി ഫൈനൽ. മൈ പ്രൊഡിക്ഷൻ. നിങ്ങളുടെ പ്രൊഡിക്ഷൻ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തി നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ നമ്മളെ ഫുട്ബോൾ കണ്ടന്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഫോളോ ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ഒപ്പം കൂടിക്കോളി കേട്ടോ.